ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള നിയമവും സമൂഹവും എന്ന പാഠഭാഗമാണ്. 11ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും നോട്ട്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, 11 നിയമവും സമൂഹവും. ഇവിടെ ഒരു കളിയെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. കൂട്ടുകാർക്ക് ഈ കളി ഏതാണെന്ന് അറിയുന്നുണ്ടാവും. ഏതാണ്? കൂട്ടുകാർ ചേർന്ന് കുളംകര കളിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ. അപ്പോൾ ഇവിടെ കുളംകര എന്നുള്ള കളിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കുളംകര കളിയുടെ വ്യവസ്ഥകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടുകാർ കളിച്ചിട്ടുണ്ടാവും അല്ലേ. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ വൃത്തത്തിന് പുറത്ത് ചുറ്റുമായി കുട്ടികൾ നിൽക്കണം. പിന്നെയോ, വൃത്തത്തിന് നടുവിൽ നിൽക്കുന്ന കുട്ടി കളി നിയന്ത്രിക്കണം. വൃത്തത്തിൻ്റെ ഉൾവശം കുളവും വൃത്തത്തിന് പുറം ഭാഗം കരയുമായി സങ്കല്പിക്കണം. വൃത്തത്തിന് നടുവിൽ കളി നിയന്ത്രിക്കുന്ന കുട്ടി കുളം കര എന്ന് ആവർത്തിച്ച് പറയുന്നതിനനുസരിച്ച് കുളത്തിലേക്കും കരയിലേക്കും ചുറ്റും നിൽക്കുന്ന കുട്ടികൾ മാറി മാറി ചാടണം. ഇതാണ് ഈ ഒരു കളിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത്. എല്ലാ കളികൾക്കും ചില വ്യവസ്ഥകൾ ഉണ്ടല്ലോ അല്ലേ. ഓരോ കളിക്കും അതിൻ്റെതായ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും അല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് ആ കളി നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഏർപ്പെടുന്ന കളികളിൽ വ്യവസ്ഥകൾ ആരെങ്കിലും പാലിക്കാതെ വന്നാൽ അവർക്ക് കളിയിൽ തുടരാനാകുമോ? ഇല്ല അല്ലേ. അപ്പോൾ അവർ ആ കളിയിൽ നിന്നും പുറത്തു പോകും എന്നതാണ്. ഇതുപോലെ വിദ്യാലയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും നാം പാലിക്കേണ്ടതുണ്ടല്ലോ. എന്തൊക്കെയാണവ? എന്തൊക്കെയാണ്? നമ്മൾ സമയക്രമം പാലിക്കണം അല്ലേ. സ്കൂളിലൊക്കെ എത്തുന്നതിന് ഒരു സമയക്രമമുണ്ട്, അത് പാലിക്കണം. സ്കൂൾ യൂണിഫോം ധരിക്കുക. പിന്നെന്തൊക്കെയാണ്? ക്ലാസ്സിൽ അച്ചടക്കം പാലിക്കുക. പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പാലിക്കേണ്ട വ്യവസ്ഥകളാണ്. ഇവ പാലിക്കപ്പെടാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് രക്ഷിതാക്കളെ വിളിച്ചു വരാനും മറ്റുമൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിച്ചാൽ മാത്രമേ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. സ്കൂളിൽ പാലിക്കേണ്ട വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും സംഘമായി ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യാം. ഇനി എന്താണ് നിയമം എന്നതാണ്. സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, സ്കൂൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ സ്കൂളിൽ പാലിക്കേണ്ട പല മര്യാദകളും പല വ്യവസ്ഥകളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകളെ ാണ് നമ്മൾ നിയമം എന്ന് പറയുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും അനിവാര്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾക്ക് കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മങ്ങളാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. ഇപ്പോൾ നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്ത് സംഭവിക്കും? എന്താവും? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. സമൂഹത്തിൻ്റെ നല്ല നടത്തിപ്പിനല്ലേ, സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചിരിക്കണം. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായി 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. എന്താണ്? ഒന്ന് സാമൂഹിക വഴക്കുകളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ, മറ്റൊന്ന് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. ഈ 2 രീതിയിലാണ് നിയമങ്ങൾ ഉള്ളത്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. ഇനി എന്താണ് സാമൂഹിക വഴക്കങ്ങൾ? സോഷ്യൽ നോംസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങളെ, മനോഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെട്ടവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമാണ് അവ നടപ്പാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇനി നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ചുറ്റുപാടും ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഗതാഗത നിയമങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം, പിന്നെ എന്തൊക്കെ നിയമങ്ങളാണുള്ളത്? വിവരാവകാശ നിയമമുണ്ട്, മനുഷ്യാവകാശ നിയമമുണ്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമമുണ്ട്. അത്തരത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 2-3 നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ഈ നിയമങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. എന്താണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത്തരം കോടതി ഇടപെടലുകൾ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ്, അതുപോലെ തന്നെ കേരള നിയമ നിർമ്മാണ സഭ, ഇവയുടെയൊക്കെ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു നിയമം കൊണ്ടുവരാറുള്ളത്. ഇനി നിയമങ്ങൾ എങ്ങനെയെല്ലാം രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. വിവിധ രീതികളിൽ രൂപപ്പെട്ട നിയമങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിൽക്കൂ, നോക്കൂ, നീങ്ങൂ എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഗതാഗതത്തിന്റെ നിയമങ്ങളാണ് ഇവിടെ ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓരോന്നും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ചിത്രങ്ങൾ ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഒന്നാമത്തേത് സൈക്കിൾ സവാരി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് കാൽനട യാത്ര പാടില്ല. 3 പാർക്കിംഗ് പാടില്ല. 4 അടുത്ത് സ്കൂൾ ഉണ്ട്, ശ്രദ്ധിക്കണം. 5 എന്ന് പറയുന്നത് റെയിൽവേ ഗേറ്റാണ്. 6 റോഡ് മുറിച്ചു കടക്കണം. 7 അവിടെ തന്നിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ധരിക്കുക. 8 ഹോൺ പാടില്ല. 9 ഹെൽമറ്റ് ധരിക്കുക. ഇങ്ങനെയാണ് ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാനായി പ്ലക്കാർഡുകൾ, മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കി റോഡ് സുരക്ഷാ ദിനത്തിൽ റാലി സംഘടിപ്പിക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ്. റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. റോഡിന്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക. നടപ്പാതകളില്ല എങ്കിൽ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കാനും ശ്രമിക്കുക. ഇനി 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത്. കാൽനട യാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനട യാത്ര പാടില്ല. മൊബൈൽ ഫോണ്, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം റോഡ് മുറിച്ചു കടക്കുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക. മാത്രമല്ല, സിഗ്നലുള്ള ഇടങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് പോകുവാനുള്ള പച്ച വെളിച്ചം തെളിയുന്നതുവരെ കാത്തു നിൽക്കുക. കാൽനട യാത്രക്കാർക്കായി നിർമ്മിക്കുന്ന മേൽപ്പാലങ്ങൾ, സ്കൈ വാക്ക്, ഭൂഗർഭപാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കാൽനട യാത്രക്കാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ വിവിധ ഗ്രൂപ്പുകളാക്കി റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാനും പറയുന്നുണ്ട്. അടുത്തത് നിയമവും സൈബർ ലോകവും എന്ന വിഷയമാണ് നോക്കാനുള്ളത്. ഇവിടെ എന്തൊക്കെയാണ്? സൈബർ തട്ടിപ്പ്, വിദേശ പൗരൻ അറസ്റ്റിൽ, വീഡിയോ കോളിലും വ്യാജം, സുഹൃത്തിന്റെ മുഖം കാണിച്ച് പണം തട്ടി, ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്, ജാഗ്രത പാലിക്കുക, വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ്. അപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. വാർത്താ തലക്കെട്ടുകളാണ് അല്ലേ?
നവമാധ്യമങ്ങളിലൂടെ എത്രയെത്ര തട്ടിപ്പുകളാണല്ലേ, ഇവ നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 ഒരു ടോപ്പിക് തന്നിട്ടുണ്ട്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇനി ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പല വിധത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വിവരാവകാശ നിയമമാണ് 2005 പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ്. മറ്റൊന്നാണ് വനസംരക്ഷണ നിയമം 1980 റിസർവ് വനം അല്ലാതാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന് സേവനാവകാശ നിയമമാണ്. സേവനാവകാശ നിയമം എന്താണ് അതിൽ പറയുന്നത്? ഈ നിയമത്തിലൂടെ സേവനം പൗരരുടെ അവകാശമായി മാറി ഫലപ്രദവും സമയബന്ധിതവുമായ സേവനം ഈ നിയമം പൗരർക്ക് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയവ സമൂഹത്തിൻ്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ളതാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥം ഉള്ളവയാണ്. ഏതൊക്കെയാണ്? കുട്ടികളും അവകാശങ്ങളും. ബാലവേല നിരോധന നിയമം ലംഘിച്ചു, ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. സർവേ റിപ്പോർട്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ. ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു. വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് ശ്രദ്ധിക്കൂ. എന്തെല്ലാം നിയമങ്ങളാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? ഒന്ന് ബാലവേല നിരോധന നിയമം, മറ്റെന്തൊക്കെയാണ്? ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ശൈശവ വിവാഹ നിരോധന നിയമം. ഇതൊക്കെയാണ് ഈ ഒരു കൊളാഷിലൂടെ പറഞ്ഞിട്ടുള്ളത്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. എന്താണ് ബാലവേല നിരോധന നിയമം 1986 എന്ന് നോക്കാം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. അതാണ് ബാലവേല നിരോധന നിയമം എന്ന് പറയുന്നത്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകണം. മറ്റൊന്ന് ബാലാവകാശ സംരക്ഷണ നിയമമാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബാലസഭയിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നിങ്ങൾ ഈ ഒരു വിഷയത്തൊക്കെ നന്നായിട്ട് അറിയാവുന്നതാതും അതെല്ലാം വെച്ചുകൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കാം. അടുത്തത് എന്താണ് ബാലനീതി നിയമം 2015 എന്ന് പറയുന്നുണ്ട്. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിപ്പിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ടും ആചരിക്കാറുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 1098 വിളിക്കാനുള്ള സൗകര്യവും നമുക്കുണ്ട്. ഇനി പോക്സോ ആക്ട് 2012 ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. 2012 അന്താരാഷ്ട്ര തലത്തിൽ 1989 മുതൽ നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി കുട്ടികളുടെ അവകാശ സംരക്ഷണം സന്ദേശം പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ഇനി എന്താണ് നിയമവാഴ്ച എന്നതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരനും തുല്യനാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്.
ഇനി തർക്ക പരിഹാര സംവിധാനങ്ങൾ. നിങ്ങളുടെ വിദ്യാലയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായാൽ പരിഹാരത്തിനായി ആരെയാണ് സമീപിക്കുക? ആരെയാണ് നിങ്ങളുടെ സ്കൂളിലെ? ഒന്നുകിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറെ, അല്ലെ ഹെഡ് മാസ്റ്ററെ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും അതോറിറ്റീസ് നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരിക്കും. ഇനി സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താനും അവർക്ക് പരിഹാരം കാണാനും ഏതെല്ലാം സംവിധാനങ്ങളെയാണ് നാം സമീപിക്കുന്നത്? ഒന്ന്, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപന ജാഗ്രതാ സമിതികൾ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കും. കോടതികൾ ഉണ്ടായിരിക്കും. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സംവിധാനങ്ങളെയാണ് സമീപിക്കാറുള്ളത്. ഇനി ക്രമസമാധാന പരിപാലനമാണ് പോലീസിന്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം കോടതികൾക്കാണ്. കോടതികളെ കുറിച്ച് നൽകിയിട്ടുള്ള വിവരങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സുപ്രീം കോടതിയാണ്. മറ്റൊന്ന്, കേരള ഹൈക്കോടതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, കേരള ഹൈക്കോടതിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇനി സുപ്രീം കോടതിയും ഹൈക്കോടതികളും കൂടാതെ വിവിധതരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഏറ്റവും മേലുള്ളത് സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതികളുണ്ട്, പിന്നെ ജില്ലാ കോടതികളുണ്ട്, പിന്നെ കീഴ്ക്കോടതികൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കോടതികളുടെ സംവിധാനം എന്ന് പറയുന്നത്. നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. കുട്ടികളെ സംബന്ധിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധരുമായി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങളാണ്. അതൊക്കെ കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിലെ നോട്ട്സ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.